ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാത്തമാറ്റിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റിയും കുറച്ച് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വേരിയൻസ് വരെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേരിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അതേ കണക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സിഗ്മ എന്ന് പറഞ്ഞ സിമ്പിളാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷന് തന്നെയാണ് നമ്മൾ കുറച്ച് പേരുകളുണ്ട്. അതായത് മീൻ ഇറർ എന്നും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഇസ് ഓൾസോ നോൺ ആസ് മീൻ ഇറർ, മീൻ സ്ക്വയർ ഇറർ ഓർ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഫ്രം ദ മീൻ. അങ്ങനെ 3 പേരുകളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ളത്. ഒന്നും കൂടെ പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ തന്നെയാണ് നമ്മൾ മീൻ ഇറർ എന്നും, മീൻ സ്ക്വയർ ഇറർ എന്നും, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഫ്രം ദ മീൻ എന്നും പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈസ് ഇക്വലൻറ്റ് ടു ക്വാഡ്രാറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ ഡേറ്റ മീൻ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ വാല്യൂവിലെ ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വലൻറ്റ് ടു ക്വാഡ്രാറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ ഡേറ്റ മീൻ. അപ്പോൾ ഇനി എന്താണ് ക്വാഡ്രാറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻ നോക്കാം. അതിനു മുമ്പ് എന്താണ് ക്വാഡ്രാറ്റിക് മീൻ ആണെന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ ഡേറ്റാസിലെ നമ്മൾ സാധാരണ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷനെ ഡേറ്റാസ് എല്ലാം കൂടെ സം ചെയ്യും, ഡിവൈഡഡ് ബൈ എത്ര ടോട്ടൽ നമ്പർ ഉണ്ടെന്നുള്ളത് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി നമ്മുടെ ക്വാഡ്രാറ്റിക് മീനിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് മീനിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ എടുക്കുക. ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയർ എടുക്കുക, എന്നിട്ട് ആ സ്ക്വയറിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കും. മീൻസ് ആ സ്ക്വയേഴ്സ് എല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടും കൂടെ കണ്ടുപിടിക്കുക. അതാണ് ക്വാഡ്രാറ്റിക് മീൻ. അപ്പോൾ ക്വാഡ്രാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ. അതായത് അരിത്തമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്തും കൂടെ ചെയ്യണം, സ്ക്വയർ റൂട്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴേ കിട്ടുന്നതാണ് ക്വാഡ്രാറ്റിക് മീൻ. ഇനി ക്വാഡ്രാറ്റിക് മീനാണ് അരിത്തമെറ്റിക് മീനിനെയും കാട്ടി എപ്പോഴും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ക്വാഡ്രാറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ അരിത്തമെറ്റിക് മീനും ക്വാഡ്രാറ്റിക് മീനും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നൊന്നും കൂടെ നോക്കാം. നമുക്ക് ദ സെറ്റ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് XI ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന 2, 3, 5, 8, 12 ഇത്രയും ഒരു 5 നമ്പേഴ്സ് നമ്മൾ XI ആയിട്ട് എടുക്കുക. ഇനി അരിത്തമെറ്റിക് മീൻ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇതെല്ലാം കൂടെ ഒബ്സർവേഷൻസ് എല്ലാം കൂടെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്ത്. അപ്പം നമുക്ക് അരിത്തമെറ്റിക് മീൻ 6 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ക്വാഡ്രാറ്റിക് മീൻ നോക്കിക്കേ. ക്വാഡ്രാറ്റിക് മീൻ ചെയ്യണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ ഒബ്സർവേഷൻ്റെ സ്ക്വയർ എടുത്ത് സം ചെയ്ത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എക്സെട്ര അതിൻ്റെ എല്ലാം സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ കിട്ടുന്നതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ റൂട്ട് 246 ബൈ ദാറ്റ് ഈസ് 7 പോയിൻറ്റ് സംതിങ് ആയിട്ട് കിട്ടും. അപ്പോൾ അരിത്തമെറ്റിക് മീൻ നിങ്ങൾ നോക്കിക്കേ 6ഉം അടുത്ത ക്വാഡ്രാറ്റിക് മീൻ ചെയ്തപ്പോൾ 7.01 എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ ക്വാഡ്രാറ്റിക് മീൻ ആയിരിക്കും എപ്പോഴും അരിത്തമെറ്റിക് മീനിനെയും കാട്ടി ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുല നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ദറ്റ് ഈസ് എ ഫോർമുല ഫോർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഫോർമുല റൂട്ട് ഓഫ് 1/12 n² - 1. സപ്പോസ് നമുക്ക് 1 to 100 വരെയുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നാച്ചുറൽ നമ്പർ 1 to 100. അതിൽ ആ 1 to 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മാത്രം മതി, 100² - 1 ചെയ്യുക, ഡിവൈഡഡ് ബൈ 12, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ആ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര നമ്പറാണ് നമുക്ക് തരുന്നത് അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അടുത്തത് നമുക്ക് വേരിയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്.
ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ സം ചെയ്യുകയും ഡിഫറൻസ് എടുക്കുകയും ചെയ്യപ്പോഴും എന്താണ് വ്യത്യാസമെന്നും, സ്കെയിൽ എന്നവിടെ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എന്താണ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ദാറ്റ് ഓഫ് സ്കെയിൽ. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേരിയൻസിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ചേഞ്ച് ഓഫ് ഒറിജിൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ കുറച്ച് സെറ്റ് ഓഫ് ഓൾ ഡേറ്റാസ് തന്നിരിക്കും. ഓക്കെ, ആ ഡേറ്റാസിൻ്റെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി ആ തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻ്റെയും കൂടി ഞാനൊരു കോൺസ്റ്റൻറ്റ് സി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, കോൺസ്റ്റൻറ്റ് സി ആഡ് ചെയ്യണമെങ്കിൽ ആ വേരിയൻസിന് നമ്മൾ ആദ്യം കോൺസ്റ്റൻറ്റ് സി ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള വേരിയൻസ് ഓൾറെഡി കണ്ടുപിടിക്കത്തില്ലേ, ആ കിട്ടുന്ന ആൻസറും ഇതും തമ്മിൽ ഒരു ചേഞ്ചുമില്ല. ഓക്കെ, നമ്മൾ ഇതേ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു അരിത്തമാറ്റിക് മീനിൻ്റെ കേസിലും പഠിച്ചതാണ്. അതായത് നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് തന്നിരിക്കും. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ x1 x2 എക്സെട്ര xn ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് സപ്പോസ് ഒരു ആൻസർ കിട്ടി. ഇനി ഞാൻ ഇതേ ഒബ്സർവേഷൻസിൻ്റെ കൂടെ ഞാൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എല്ലാ ഒബ്സർവേഷൻ്റെ കൂടെയും ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ആഡ് ചെയ്യപ്പോൾ കിട്ടുന്ന ഈ ആൻസറിൻ്റെ പുതിയ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യുന്നതിന് മുമ്പൊരു വേരിയൻസ് കിട്ടത്തില്ലേ, അതേ ആൻസർ തന്നെയായിരിക്കും നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വേരിയൻസ്. അതായത് വേരിയൻസിന് ഒരു മാറ്റവും വരത്തില്ല, ഡസ് നോട്ട് ചേഞ്ച് ആണ്. ഓക്കെ, ഇനി ഇതേ റീസൺ തന്നെയാണ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് സബ്ട്രാക്റ്റ് ചെയ്താലും വേരിയൻസ് എന്ത് സംഭവിക്കത്തില്ല, ചേഞ്ച് വരത്തില്ല. നമ്മുടെ ഒറിജിനൽ ഡേറ്റാസിൻ്റെ അതേ വേരിയൻസ് തന്നെ ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻ്റെയും കൂടെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എല്ലാ ഒബ്സർവേഷൻ്റെ കൂടെ മൈനസ് ചെയ്താലും വേരിയൻസ് എന്ത് സംഭവിക്കത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ ഇനി നമ്മൾ ചേഞ്ച് ഓഫ് സ്കെയിലിൻ്റെ കേസ് നോക്കുമ്പോൾ ഓരോ ഒബ്സർവേഷനെയും നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയ വേരിയൻസിന് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ വേരിയൻസിനെയും കാട്ടി c² ടൈംസ് ആയിരിക്കും. അതായത് ഏത് കോൺസെപ്റ്റ് 2 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2² ഇൻറ്റു നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള വേരിയൻസ് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ആ നമ്പറിൻ്റെ കോൺസ്റ്റൻ്റ് സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? അതായത് നമ്മൾ ഓരോ ഒബ്സർവേഷൻ്റെ കൂടെ തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻ്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റൻ്റ് സി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ പുതുതായിട്ട് കിട്ടുന്ന വേരിയൻസിൻ്റെ ചേഞ്ച് സംഭവിക്കും. ആ ചേഞ്ച് എന്ന് പറയുന്നത് പഴയ വേരിയൻസിൻ്റെ കൂടെ ഒരു c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അതേ രീതി തന്നെയാണ് ഡിവിഷൻ്റെ കേസിലും. ഓരോ ഒബ്സർവേഷൻ്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് c ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ന്യൂ വേരിയൻസിന് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ന്യൂ വേരിയൻസ് ഈസ് 1/c² ടൈംസ് ദ ഓൾഡ് ആണ്. ആ ഏത് കോൺസ്റ്റൻ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ കോൺസ്റ്റൻ്റ് 1/c² എടുക്കുക. 1/c² ഇൻറ്റു നമ്മുടെ ഓൾഡ് വേരിയൻസ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്ഥിരം പ്രോബ്ലത്തിൽ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഈ ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തമ്മിലുള്ള റിലേഷൻസും കൂടെ പഠിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 5/6 ടൈംസ് ഓഫ് മീൻ ഡീവിയേഷൻ ആൻഡ് 2/3 ടൈംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് ഈ ഒരു ഫോമുല പഠിച്ചു വെച്ചാൽ മതി. 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു 5 മീൻ ഡീവിയേഷൻ ഈക്വൽ ടു 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു 5 മീൻ ഡീവിയേഷൻ ഈക്വൽ ടു 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമുക്ക് ഏതെങ്കിലും നമുക്ക് രണ്ടെണ്ണം തമ്മിൽ മീൻ ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ എന്തെങ്കിലും ആണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നറിയാം അടുത്തത് അറിയത്തില്ലെങ്കിൽ ഈ ഫോമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്കുള്ളത് റേഞ്ച് ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റേഞ്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളൊരു റിലേഷനാണ്. ദാറ്റ് ഈസ് R ഈസ് റേഞ്ച് ആണ്. റേഞ്ച് ഈസ് ഈക്വൽ ടു 6 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 9 ടൈംസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു 15/2 ടൈംസ് മീൻ ഡീവിയേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രോബ്ലത്തിലെല്ലാം ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റിലേറ്റീവ് മെഷേഴ്സാണ്. അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്.
ഇത് വേറൊന്നുമല്ല, നമ്മൾ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ടു ദ സം ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. അതായത് നമ്മൾ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ആണ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റും കണ്ടുപിടിക്കുക, ലാർജസ്റ്റ് പ്ലസ് സ്മോളസ്റ്റും കണ്ടുപിടിക്കുക, തമ്മിലുള്ള റേഷ്യോ എടുക്കുക. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അപ്പോൾ ഒന്നും കൂടെ പറയാം, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ടു ദ സം ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. ഡിഫറൻസ് ബൈ സം എന്നുള്ള കേസാണ്. ഇനി ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി നോക്കുക. ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് മീൻസ് Q3 മൈനസ് Q1. ക്വാർട്ടൈൽ റേഞ്ച്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച്. അടുത്ത പെർസെൻറ്റൈൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P90 മൈനസ് P10 ആണ്. ഓക്കെ, പെർസെൻറ്റൈൽ എന്തൊക്കെയാണെന്ന് നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ P90 മൈനസ് P10 ആണ്. ഇനി ഈ പെർസെൻറ്റൈൽ റേഞ്ച് തന്നെ നമ്മൾ ഡിസൈൽസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള ഫോർമുല ഇതാണ്, D9 മൈനസ് D1. അതായത് P90ക്ക് ഇക്വലൻ്റ് ആണ് D9, P10ന് ഇക്വലൻ്റ് ആണ് D1. ഓക്കെ, അപ്പോൾ P90 മൈനസ് P10 ഇത് ഡിസൈൽസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് D9 മൈനസ് D1. ഇത് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പെർസെൻറ്റൈൽസും ഡിസൈൽസും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ എന്താ പഠിച്ചത്, Q3 മൈനസ് Q1 ബൈ 2 ആണ്. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആകുമ്പോൾ Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് Q3 മൈനസ് Q1 ബൈ 2 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1 ബൈ 2 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ 2 ക്യാൻസലായി പോയിട്ട് നമുക്ക് കിട്ടുന്ന ഫോർമുല ഇതാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ബൈ Q3 പ്ലസ് Q1. ജസ്റ്റ് ഫോർമുലാസ് എല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ ബൈ എ ഉദ്ദേശിക്കുന്ന ആവറേജ് ആണ് ഇൻറ്റു 100. ആവറേജ് ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക്, മീഡിയൻ, മീൻ, മോഡ് ഇതിലേത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇനി അടുത്ത കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മീൻസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈക്വൽ ടു SD ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ബൈ മീൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഫോർമുലാസ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച ഡിസ്പേർഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.